Very good morning, dear students. So we are going to see about what's the differences between personnel management and human resource management. അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലാണ് എന്താണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്, എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്ത് അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആയിട്ട് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ we have discussed. Okay, so in today's class we will see what are the main similarities and what are the main differences. In both we have and we are concerned with human resource. അല്ലേ, അങ്ങനെയാണ്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി ഡിഫറെൻ്റ് ആയിരുന്നു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടിയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ, സോ അതൊരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആയിരുന്നു. ദറ്റ് ഈസ് മാനേജിങ് ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ, എന്താ വർക്ക് ഫോഴ്സിന്, അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ട്രഡീഷണൽ കോൺസെപ്റ്റ് ആയിരുന്നു. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ ജോബ്സ്. മെയിനായിട്ട് അതൊന്നും ഒരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റീവ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റീവ് ഏരിയയിലേക്ക് വന്നിട്ടില്ല. ജസ്റ്റ് ദേ ആർ ഒരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലാണ് HR നിന്നിരുന്നത്. റിക്രൂട്ട് ചെയ്യുക, സ്റ്റാഫ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യാം, അവർക്ക് ആവശ്യമായിട്ടുള്ള റെമ്യൂണറേഷൻ, അതേപോലെ തന്നെ മെയിൻറ്റെയിനിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിന് ആവശ്യമായിട്ടുള്ള എന്താ പറയുക, നമുക്ക് ഡിസിപ്ലിൻ മാറ്റേഴ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു നമ്മുടെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്ന ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ സമയത്ത് പേഴ്സണൽ മാനേജ്മെൻറ്റിനെ ഡിഫൈൻ ചെയ്തത് എഡ്വിൻ ഫ്ലിപ്പോ ഡിഫൈൻ ചെയ്ത ഒരു രീതിയുണ്ട്. ദാറ്റ് ഈസ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇസ് ദ പ്ലാനിങ്, ഓർഗനൈസിങ്, compensation, integration and maintenance of people for the purpose of contributing to organizational and societal goals. So ഓർഗനൈസേഷൻ്റെ ഒരു വിഷൻ ഉണ്ട്, സൊസൈറ്റിക്ക് നമ്മൾ നേടിയെടുക്കേണ്ട ഗോൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിലേക്ക് ഹ്യൂമൻ ഫോഴ്സിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, അവരിനെ അതിലേക്കുള്ള അവരെ ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇവരെ യൂട്ടിലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് ദ ട്രഡീഷൻ ഫോളോഡ് എന്നുള്ളതാണ് എഡ്വിൻ ഫ്ലിപ്പോ പറയുന്ന ഡെഫിനിഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ മോഡേൺ അപ്രോച്ച് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ദിസ് അപ്രോച്ച് വ്യൂസ് പീപ്പിൾ ആസ് റിസോഴ്സസ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റലും. നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് ഇസ് ഗിവൻ ടു ഹ്യൂമൻ റിസോഴ്സ്. വൈ ഇറ്റ് ഈസ് സോ? ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി മേടിച്ചു, ഹ്യൂമൻ റിസോഴ്സിനും നമ്മൾ കുറേ പേരെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, ആൻഡ് വി ഹാവ് സെലക്റ്റഡ് ഓൾസോ. സോ നൗ വിൽ സി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ഓഫ് ദം. ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ആ മെഷീനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ മെഷീനെ കൊണ്ട് എന്തെങ്കിലും സാധിക്കൂ? നോ ആൻഡ് നെവർ, isn't it? But what about the human? They have ambitions, they have interest. If we train them, they can develop, they can go to its heights. പക്ഷെ മെഷീനറിക്ക് നമ്മൾ എത്ര കപ്പാസിറ്റിക്കാണോ മേടിച്ചത് ആ കപ്പാസിറ്റിയിൽ തന്നെയാണ് ഇറ്റ് ക്യാൻ വർക്ക് എന്നുള്ളതാണ്. ബട്ട് ഹ്യൂമൻ റിസോഴ്സ്, ഇഫ് ദേ ആർ പ്രോപ്പർലി യൂട്ടിലൈസ്ഡ്, if they are properly motivated, it will yield results more than the technology. That is why nowadays human resources are considered as one of the best investments of the organization. ഒരു നല്ല എംപ്ലോയീനെ അല്ലെങ്കിൽ ഒരു കുറച്ച് നല്ല എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഒരു നല്ലൊരു ഗ്രൂപ്പിനെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, they can bring enormous changes in the organization.
അല്ലേ? അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഐഡിയാസ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്യിക്കാനും അതേപോലെ തന്നെ അത് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഓർഗനൈസേഷനും സാധിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു വിജയം ഓർഗനൈസേഷന് വരാനായിട്ട് ഇനിയില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അതായത് ചില ആൾക്കാർ വരുമ്പോൾ ചില ഓർഗനൈസേഷന്, ചില കമ്പനീസിന് വരുന്ന മാറ്റം എന്ന് പറയുന്നത്, അല്ലേ, ഒരു നല്ല ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരു എൻറ്റയർ സിസ്റ്റത്തിനെ തന്നെ ചിലപ്പോൾ മാറ്റിമറിച്ചേക്കാം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലേ? ഓരോ ഗവൺമെൻറ്റ്സ് വരുമ്പോഴും ഓരോ ലീഡേഴ്സ് വരുമ്പോഴും വി ആർ എക്സ്പീരിയൻസിങ് ദോസ് ചേഞ്ചസ് ത്രൂ ദെം എന്നുള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ദ നെക്സ്റ്റ് ടൈം ഇൻ ദ ഇലക്ഷൻ വെദർ ദേ കം ഓർ ഗോ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇൻ ആൻ ഓർഗനൈസേഷൻ ഓൾസോ. ഇഫ് ഗുഡ് ഹാർട്ടഡ് പീപ്പിൾ, good creativity people, good leading capacity people, ഇങ്ങനെ കുറേ ആൾക്കാരിനെ നമുക്കൊരു ഓർഗനൈസേഷന് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ പ്രോഡക്ട്സ്, ന്യൂ അച്ചീവ്മെൻറ്റ്സ്, ന്യൂ ഹൈറ്റ്സ് ക്യാൻ ബി റീച്ച്ഡ് ബൈ ദി ഓർഗനൈസേഷൻ. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മിഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഒരു നല്ല ഹ്യൂമൻ റിസോഴ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് ബി ഗുഡ്. ഒരു ഐഡിയയും ഒന്നിനും കൊള്ളാത്ത ഒരാൾക്കാരനെ നമ്മൾ കുറേ ആൾക്കാരനെ ഹയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻ നശിച്ചു പോകത്തേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവേണ്ട ഒരു ആവേശം എന്ന് പറയുന്നത് പുതിയ പുതിയ ഹൈറ്റ്സിലേക്ക് എത്തണം. New challenging jobs I have to do, new things I have to take care എന്നുള്ള ഒരു ആംബിഷനുള്ള ആൾക്ക് മാത്രമേ അവിടെ ഒരു പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സിലുള്ള ഇൻവെസ്റ്റ്മെൻ്റാണ് ഇസ് ബെറ്റർ ദാൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ നൗ? ഓക്കെ. So, I'll read the last paragraph. Investment in human resource is different from other types of investment like plant and machinery because humans have aptitudes, ambitions and personal objectives. അതിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ട്. സോ അവർക്കും എന്തെങ്കിലും നമ്മൾ ജോലി ചെയ്ത് കൊണ്ടുപോയിട്ട് വേണം ദേ ഹാവ് ടു ലിവ് എന്നുണ്ടെങ്കിൽ വി ആർ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ് ബൈ ദ ഡിപ്പെൻഡൻസ്. അവർക്ക് വേണ്ടിയെങ്കിലും നമ്മൾ ജോലി ചെയ്യണം. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഇൻ ദി ഓർഗനൈസേഷൻ നമുക്ക് കിട്ടുന്ന നല്ല ട്രീറ്റ്മെൻറ്റ്, അവരെ ഗുഡ് അപ്രോച്ച്, അത് നമുക്ക് ഒന്നും കൂടിയും മോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് ജോലി ചെയ്യാൻ നല്ലൊരു സാഹചര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. സോ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് മോർ, so that I'll get more incentives, so that I'll get more benefits. അല്ലേ? ഇങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു പേഴ്സൺ മോട്ടിവേറ്റഡ് ആവും. പക്ഷേ ഇങ്ങനത്തെ ഒരു മോട്ടിവേഷനും ആർക്ക് പറ്റില്ല? പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് സാധിക്കില്ല. ഓക്കെ. ഇനി സെക്കൻഡ് തിങ്, പ്ലാന്റ് ആൻഡ് മിഷനറീനെ വർക്ക് ചെയ്യിപ്പിക്കാൻ ആർക്ക് സാധിക്കുള്ളൂ? ഒരു ഹ്യൂമനെ സാധിക്കുള്ളൂ. ആ ഹ്യൂമൻ എങ്ങനെയാണ് ഒരു പ്ലാന്റ് ആൻഡ് മിഷനറീനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അതിനനുസരിച്ച് ബെറ്റർ ലൈഫ് സ്പാൻ വിൽ ബി പ്രൊവൈഡഡ് ടു ദി പ്ലാന്റ് ആൻഡ് മിഷനറി. ചില ആൾക്കാരെ അവർ യൂസ് ചെയ്യുന്ന മിഷനറി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, തുടച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ടാവും. ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അവരെ വർക്ക് കഴിഞ്ഞതിന് ശേഷവും. ഓക്കെ. ദാറ്റ് ഈസ് അവരവിടെ നിന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അതിലുള്ള എല്ലാ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് തുടച്ച് നീറ്റാക്കിയിട്ട് ഇനി ഒരു നെക്സ്റ്റ് ഓപ്പറേഷൻ, നെക്സ്റ്റ് വർക്ക്
വരുന്നതിനേക്കാളും മുമ്പ് ഫുൾ സെറ്റാക്കിയിട്ടാണ് ആൾക്കാർ വീട്ടിൽ പോകുന്നത്, എത്ര നേരമായാലും. ദി സെക്കൻഡ് കാറ്റഗറി ഓഫ് പീപ്പിൾ, അവർ വന്നു, ജോലി ചെയ്തു, അവർ സമയമാകുമ്പോൾ അവർ പോയി. മെഷീനറി എങ്ങനെ കിടന്നാലും ദേ ആർ നോട്ട് അറ്റ് ഓൾ വറീഡ്. രാവിലെ വന്നു, പകുതി ക്ലീനാക്കി, പകുതി അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വൃത്തികേടായിട്ട് നമ്മൾ മെഷീനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡേർട്ട് എത്ര നേരം അതിൻ്റെ ഉള്ളിലിരിക്കുന്നുവോ അത്രത്തോളം ഡാമേജ് ആ മെഷീനറിക്കും സംഭവിക്കും. നമ്മൾ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ, ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ഒരു ഹ്യൂമൻ റിസോഴ്സിനെ ഏൽപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിനെയും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നമ്മുടെ വർക്ക് കഴിഞ്ഞാൽ നമ്മുടെ പരിസരം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്ത അറ്റ്മോസ്ഫിയർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ലൈഫ് സ്പാൻ ഓഫ് ദി മെഷീനറി വിൽ ഇൻക്രീസ്. കൃത്യമായിട്ട് അതിൻ്റെ റീഓയിലിങ്ങും അതേപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചേഞ്ചസ്, ഏതെങ്കിലും പാർച്ചിന് തേയ്മാനം വന്നു അല്ലെങ്കിൽ ബെയറിങ് അതിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് ആയാലും ബെയറിങ് ആയാലും അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ദ ലോഞ്ചിറ്റിവിറ്റി ഓഫ് ദി മെഷീനറി വിൽ ഓൾസോ ഇൻക്രീസ് എന്നുള്ളതാണ്. So that is what not specified in your textbook. അത് നമ്മുടെ കഴിവനുസരിച്ചിരിക്കും. നമ്മളെങ്ങനെയാണ് ഒരു സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, സോ നൗ വിൽ മൂവ് ഓൺ ടു the main topic of today, that is the differences between personal management and HRM. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ മെയിനായിട്ട് വരുന്നത് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എംപ്ലോയി ഓറിയൻറ്റഡ് ആണ്. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് വിച്ച് ആർ കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് വാല്യുബിൾ തിങ്. റിസോഴ്സാണ്, ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റിസോഴ്സാണ്. നമ്മൾ എങ്ങനെയാണത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇവിടെ എംപ്ലോയി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ ലേബർ സപ്ലൈ ഇസ് മോർ, അതാണ് കോൺസെപ്റ്റ് അവിടെ വരുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ഡിഫറൻസസ് ഇസ് ബെറ്റർ പെർഫോമൻസ്. അതായത് എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ that can lead to the satisfaction. നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, അല്ലാണ്ട് ഓർഗനൈസേഷനോ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണോ, നത്തിങ് ഈസ് ദേ. ഇഫ് വി പെർഫോം വെൽ we are satisfied more. If I perform well, I am satisfied. That is the end of those things. അതാണ് അവിടെ വരുന്നത്. If I perform better, I am satisfied. Here, better satisfaction by providing good working atmosphere or good working conditions. We are satisfying the employee, which will lead to performance. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിക്ക് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. നേരെ ഓപ്പോസിറ്റാണ് ഏതിൽ സംഭവിച്ചത്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ എങ്ങനെയായിരുന്നു, നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സന്തോഷത്തിനാണ്. ഓക്കെ, അത് മറ്റേതെന്താണ്, HRMൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഒരു പേഴ്സണിനെ, ഒരു എംപ്ലോയീനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പെർഫോമൻസ്, മാക്സിമം കോൺട്രിബ്യൂഷൻ ആ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ് ഈസ് ഇറ്റ് കൺസേൺഡ് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്. ആൾക്കാരനെ ജോലിക്ക് എടുത്തു, അതിൻ്റെ മാൻ പവർ പ്ലാനിങ്, അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ സെലക്ഷൻ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോകും. Okay, it concerned with employee development. So ഇവിടെ റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനിലൂടെ ആൾക്കാരനെ നമ്മൾ ജോലിക്കെടുത്തു, അതോടുകൂടിയിട്ട് അവിടെ കഴിയാണ്. ഇവിടെ അതെല്ലാം ഒരു എംപ്ലോയിയുടെ ഓരോ സ്റ്റേജസിലും ആ എംപ്ലോയിക്ക് വരുന്ന ഡെവലപ്മെൻറ്റ്സ്.
That is what here it is counted. Okay, and then emphasizes on monetary rewards. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ അതല്ല, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എംപ്ലോയീനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, മാനേജ്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളത്. ഹൗ? ബൈ എൻകറേജിങ് അവരുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ ഐഡിയാസ്, അവരുടെ ചാലഞ്ചിങ് ബിഹേവിയർ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എൻകറേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു വ്യക്തിയെയും എൻകറേജ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ബെറ്റർ പെർഫോമൻസ് അതിലേക്കാണത് എത്തിക്കുക. ഓക്കെ, ആൻഡ് ദെൻ strict adherence to statutory requirements. Once the policies are framed, once it is set, so അതിലേക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ഒരു രീതിയാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇവിടെ ഓപ്പൺ അപ്രോച്ചാണ് ടു ഡെവലപ്പ് HR. ഹ്യൂമൻ റിസോഴ്സിനെ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ അവരുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഗുഡ് അപ്രോച്ചിലൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഫർദറായിട്ടുള്ള മിസ്റ്റേക്സ് റീഅക്കറൻസ് പരമാവധി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. സോ എഴുതി വെച്ചത് എന്താണോ ആ നിയമങ്ങൾ അങ്ങനെ തന്നെ പാലിക്കുന്നതാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ വരുന്നതെങ്കിൽ കുഴപ്പമില്ല, സാരില്ല, നമുക്കത് വേണ്ട വിധത്തിൽ ചെയ്യാം. അത് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാര്യം കൂടി ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പറഞ്ഞ് ഒരു ബെറ്റർ പെർഫോമൻസ് ലെവലിലേക്ക് നീങ്ങുന്നതാണ് ഓപ്പൺ അപ്രോച്ച് ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മോർ റിയാക്റ്റീവ് ടു ചേഞ്ചസ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് പുറമേക്ക് വരുന്നതെങ്കിൽ പുറത്ത് നമ്മുടെ എൻവയൺമെൻറ്റിൻ്റെ പുറത്ത് സംഭവിക്കുന്ന ഓർഗനൈസേഷൻ എൻവയൺമെൻറ്റിൻ്റെ പുറത്ത് സംഭവിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് HR എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുറമേ ആ ചേഞ്ചസ് വരുന്നതിനേക്കാളും മുൻപ് തന്നെ മനസ്സിലാക്കി ആ ചേഞ്ചസ് അതല്ലാന്നുണ്ടെങ്കിൽ അവർ എംപ്ലോയീനെ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്സ് അടക്കം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതിലും രണ്ടും കോമൺ ആയിട്ടുള്ളത് എന്താണ്? ഹ്യൂമൻ ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ എംപ്ലോയീനെ നമുക്കൊരു പ്രോഡക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേ ഓഫ് അപ്രോച്ച് തന്നെ മാറി. ഹ്യൂമൻ റിസോഴ്സസ് ആണ്, നമ്മുടെ പോലെ തന്നെ അവരും മനുഷ്യരാണ്. ദേ ടു ഹാവ് സം ഇൻട്രസ്റ്റ്, ദേ ടു ഹാവ് സം ആംബിഷൻസ്, ദേ ടു ഹാവ് ആപ്റ്റിറ്റ്യൂഡ്, ദേ ടു ഹാവ് എ ചാലഞ്ചിങ് മൈൻഡ്. അപ്പം അതിനനുസരിച്ച് അത് കൺസിഡർ ചെയ്തിട്ട് അതിനനുസരിച്ച് അവർ ഡെവലപ്പ് ചെയ്ത് ഓർഗനൈസേഷൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞു പോയ നമ്മുടെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ആ ഒരു സംഭവം ഇപ്പോൾ ഇനി ഇല്ല. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യലി നമുക്ക് ലേബർ സപ്ലൈ ഇൻക്രീസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ്. ഇപ്പോൾ നമുക്കത് ഇല്ല. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും ട്രെയിൻഡ് ഓർ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ആർ നൗ കൺസിഡേർഡ് ദ മോസ്റ്റ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പലതിനും ചില സിറ്റുവേഷൻസിൽ ആൾക്കാരില്ല. അപ്പോൾ വാട്ട് ദേ ആർ ഡിമാൻഡിങ്, അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സാറ്റിസ്ഫാക്ടറി ലെവൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ലേബർ ടേൺ ഓവർ എവറി ഇയർ സംഭവിച്ചുകൊണ്ടിരിക്കും.
അങ്ങനെ ഒരു പറ്റം ആൾക്കാർ അവിടെ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായോ? That is what we have discussed in the today's class of differences between the personal management and HRM. Okay, next we will move on to the challenges of HRM. അപ്പോൾ നമ്മുടെ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒരു ഓർഗനൈസേഷനിൽ HR മാനേജർ ഫേസ് ചെയ്യുന്ന ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ഫസ്റ്റ് വൺ ഈസ് മാനേജിങ് ഡൈവേഴ്സിറ്റീസ്. മാനേജിങ് ഡൈവേഴ്സിറ്റീസ് അതായത് സോഷ്യോളജിക്കൽ ഫീച്ചേഴ്സ്. സോഷ്യോളജിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഏജ്, ജെൻഡർ, കാസ്റ്റ്, റിലീജിയൻ, എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ്, സ്കിൽസ്, എക്സ്പീരിയൻസ് എക്സെട്ര. അപ്പോൾ ഇത് ഓരോന്നും ചാലഞ്ചിങ് ആണ്. ചില ജോബിന് നമുക്ക് സ്കിൽഡ് പേഴ്സൺസിനെ വേണം, ചില ജോബിന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ഉള്ള പേഴ്സൺസ് വേണം. അപ്പോൾ ഇങ്ങനെ ഓരോ ജോബിനും അതിൻ്റേതായ പ്രത്യേകതകൾ കൂടുതലായി വരുന്നത് കൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ചാലഞ്ചിങ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ആദ്യം നമ്മൾ തന്നെ കോമ്പീറ്റൻ്റ് ആയിട്ട് മാറേണ്ട ഒരു സിറ്റുവേഷൻ, നമുക്ക് തന്നെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി, സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സേ ഫോർ എക്സാമ്പിൾ, പഴയ കാലത്ത് ആൾക്കാർ പറയും ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്താണ് ഗുസ്തി എന്ന് പറഞ്ഞ സംഭവം എന്ന് എനിക്കറിയില്ല. 10ാം ക്ലാസ്സും ഗുസ്തി ഒരു യൂഷ്വൽ ടേമായിട്ട് ഒരു ഫ്രേസായിട്ട് മാറി. അന്നത്തെ കാലത്ത് ഒരു 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ ആൾ ഇന്ന് ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടിരിക്കുന്നൊരു വ്യക്തിയായിരിക്കും. റാങ്കും റാങ്ക് ഹോൾഡേഴ്സും ജോലി കിട്ടാതെ നടക്കുന്ന കാലമാണിപ്പോൾ. അപ്പം നമ്മളെ തന്നെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള വേൾഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, പണ്ട് നിങ്ങളുടെ പാരൻസൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, ഞങ്ങളുടെ കാലത്തൊക്കെ എന്നിട്ട് 10th സ്റ്റാൻഡേർഡോ +2 എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതി, ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞാലും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞ് ജോലിക്കുള്ള സാധ്യതകളുണ്ട്. ഇന്ന് UGയും PGയും അതിനപ്പുറത്തേക്കുള്ള ഡിഗ്രിയും ഒക്കെ മേടിച്ചിട്ട് ഇവിടെ ഇരിക്കണം, വീട്ടിലിരിക്കുന്ന ആൾക്കാർ, എവിടെയും ജോലി കിട്ടാത്തൊരവസ്ഥ. ഒരു 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ മതി അന്നൊക്കെ, അല്ലെങ്കിൽ അന്നൊക്കെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 50-55% ഓഫ് മാർക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കയറാൻ പറ്റും. ഇന്ന് റാങ്ക് ഹോൾഡേഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പറയണം മനസ്സിലാവണില്ല എന്ന് പറയണം. ആർ വി കമ്പീറ്റൻറ്റ്? നമുക്ക് ഒരു എന്താ പറയുക, ഒരു 50-55% ഉള്ള ആളായാലും പഠിപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവണില്ല. ബിക്കോസ് the learning, the way of learning, that is different. Okay, അപ്പോൾ നമ്മൾ കോമ്പീറ്റൻ്റ് വേൾഡിലേക്ക് വന്ന് മാർക്ക് നമ്മൾ നേടി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ പാസിംഗ് ഔട്ട് റിസൾട്ട് നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് അറിയാം. 10th സ്റ്റാൻഡേർഡ് ആൻഡ് +2 above 97 അല്ലേ? അപ്പോൾ ഇത്രയും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ above 80% ഓഫ് ദി പീപ്പിളും A+ ഉള്ള ഹോൾഡേഴ്സ് ആയിരിക്കാം. അങ്ങനെ എല്ലാവരും വരുന്നത് കൊണ്ട് ഇന്നത്തെ ഗവൺമെൻറ് കോളേജസിലെ അഡ്മിഷൻസ് ക്ലോസ് ചെയ്യുന്നത്
96%, 97%ലാണ്. കാരണം അവർ സീറ്റ് ഫില്ലായി. അത്രയും ആൾക്കാർ എബവ് 96 മേടിച്ചിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. 92% മേടിച്ച കുട്ടിക്ക് സീറ്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. See how the competition is going on. അപ്പം നമ്മൾ എത്രത്തോളം നമുക്കത് ചാലഞ്ചിങ് ആണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കൗണ്ടഡ് ഹിയർ. സെക്കൻഡ് വൺ, മാനേജിങ് ചേഞ്ച്. ഫസ്റ്റ് വൺ മാനേജിങ് ഡൈവേഴ്സിറ്റീസ്, സെക്കൻഡ് വൺ മാനേജിങ് ചേഞ്ച്. Business is changing with rapidly changing environment. അല്ലേ? സോഷ്യലായിട്ടും എക്കണോമിക്കലി ആയാലും ടെക്നോളജിക്കലി ആയാലും ഇറ്റ് ഈസ് ചേഞ്ചിങ്. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ഹൗ ദി ഓർഗനൈസേഷൻ ക്യാൻ ഫേസ് ദി ചലഞ്ച്. Okay, employees resist change because they may not be aware of the long-term benefits of such change. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ, ബാങ്ക് എംപ്ലോയീസ് കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് കമ്പ്യൂട്ടറാണ് ഇനി ബാങ്കുകളിൽ യൂസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കേട്ടപാടെ ദ ബാങ്ക് എംപ്ലോയീസ് കൊടി പിടിച്ചോട് തുടങ്ങി. Our job is in danger. Don't bring computers to the banks എന്നായിരുന്നു. അവർ മനസ്സിലാക്കാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്താണ്, ബാങ്കുകളിൽ കമ്പ്യൂട്ടർ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ചേഞ്ചസ് ആൻഡ് ദ ഫ്രൂട്ട്സ് വി ആർ ഗോയിങ് ടു എൻജോയ്. അല്ലേ? ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ജോലികൾ സുഗമമായിട്ട് ചെയ്യാനായിട്ട് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് വി ക്യാൻ ഡു ഇറ്റ്. കോർ കമ്പ്യൂട്ടേഴ്സ് ആണ് എന്നെല്ലാം. ഈച്ച് ആൻഡ് എവറി ബാങ്ക്സ് ആർ ഇൻ്റർ കണക്റ്റഡ് എന്നുള്ള രീതിയാണ്. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വി ക്യാൻ സെൻഡ് മണി വിത്തൗട്ട് ഗോയിങ് ടു ദി ബാങ്ക് ഫ്രം വൺ അക്കൗണ്ട് ടു ദി അനദർ. How all those things are getting possible? ഇതിൻ്റെ ലോങ് ടേം ബെനിഫിറ്റ്സ് അറിയാതെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡോണ്ട് ബ്രിങ് ദ ചേഞ്ച്. ഹ്യൂമൻ റെസിസ്റ്റഡ്. അവർക്കറിയണില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. ബട്ട് നൗ നോ എംപ്ലോയി സജസ്റ്റ് ദിസ് മെഷർ. ഇന്ന് ഒരു കാലത്തും കമ്പ്യൂട്ടർ ഇല്ലാത്ത ഒരു കാര്യത്തിനും ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. അല്ലേ? ബിക്കോസ് പീപ്പിൾ നോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദി കമ്പ്യൂട്ടർ, വാട്ട് എ കമ്പ്യൂട്ടർ ക്യാൻ ഡു, ഹൗ എ കമ്പ്യൂട്ടർ ക്യാൻ ഹെൽപ്പ് ദി എംപ്ലോയി. Now the employees know all those things, so they support the new technologies. അല്ലേ? ഓൺലൈൻ എഡ്യൂക്കേഷൻ ആദ്യം ഉണ്ടായിരുന്ന ആർക്കാണ്? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന് മാത്രമാണ്. പക്ഷേ ഇന്ന് no differences between distance education and regular education. എല്ലാവർക്കും ഒരുപോലെയായി. അതിൽ ചെറിയ മാറ്റങ്ങളുള്ളത് എന്താണ്? കൃത്യമായിട്ടൊരു അവേഴ്സ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം. ഹൗ യു ആർ ബെനിഫിറ്റഡ് എന്നുള്ളത് നമ്മൾ ചോദിച്ചറിയാം ത്രൂ യുവർ ഇൻട്രാക്ഷൻസ്, ത്രൂ എനി അതർ ഡിസ്കഷൻസ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സംടൈംസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഗൂഗിൾ മീറ്റും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ വിശേഷങ്ങളും അവരുടെ പഠിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടോ എന്നുള്ളത് അറിയാനൊക്കെ ആയിട്ട്. ദിസ് ഈസ് ഹൗ വി ആർ മെയിൻറ്റെയിനിങ് ദ റിലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, സോ മാനേജിങ് ചേഞ്ച് എന്ന് പറയുന്നത് എംപ്ലോയീസ് എപ്പോഴും വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ലോങ് ടേം ഇയേഴ്സ് എന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഓർഗനൈസേഷനിലുള്ള ആൾക്കാർ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴേക്കും സേ നോ എന്ന് നമ്മൾ പറയുന്നത്. HR മാനേജേഴ്സിന് അറിയാം ഈ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സംഭവിക്കുക. സോ അവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം, അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ എക്യുപ്ഡ് ആക്കിയിട്ട് വേണം നമുക്കെപ്പോഴും ഒരു ജോലിയിലേക്ക്
അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് ദെൻ തേർഡ് പോയിന്റ് ഈസ് മാനേജിങ് കോൺഫ്ലിക്ട്സ്. മാനേജിങ് കോൺഫ്ലിക്ട്സിൽ വരുന്നത് കോൺഫ്ലിക്ട്സ് ആർ നാച്ചുറൽ ഔട്ട്കം ഓഫ് ഗ്രൂപ്പ് ബിഹേവിയർ അല്ലേ. ഒരു ഗ്രൂപ്പ് വർക്കാണ് ഓർഗനൈസേഷനിൽ. ഒരു സിമ്പിളായിട്ട് നമ്മളൊരു ടീം വർക്കിൽ നമ്മളൊരു ടീമിനെ നമ്മളൊന്ന് ഗ്രൂപ്പ് ഔട്ട് ചെയ്തു, ആ ടീമിന് നമ്മൾ ടാസ്ക് കൊടുത്തു, ആ ടീമിലുള്ള ഓരോരുത്തരും ഓരോ ക്യാരക്ടറും ഓരോ ബിഹേവിയറും ഓരോ ടൈപ്പ് ഓഫ് ടെൻഷൻസും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ഓഫ് കൂളിംഗ് എഫക്ട്സുമുള്ള ആൾക്കാരായിരിക്കാം. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർ ചില കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ഇത്രേ ചെയ്യുള്ളൂ, എൻ്റെ കഴിവിൻ്റെ മാക്സിമമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ എന്ത് ഡെവലപ്മെൻറ്റാണ് ഇനി ഉണ്ടാവുക അല്ലേ? ആ വ്യക്തിയിൽ ഇനി എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമോ? കാരണം ഇയാൾ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ കഴിവ് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് നോട്ട് ദ പ്ലേസ് ടു സേ ആൻഡ് ദോസ് ആർ നോട്ട് ദ വേർഡ്സ് യു ആർ സപ്പോസ് ടു സേ. ഓക്കെ, അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഓപ്പൺ യുവർ മൈൻഡ്, ഓപ്പൺ യുവർ ബ്രെയിൻ, ആക്സെപ്റ്റ് ദ ചേഞ്ച്. അത് അങ്ങനത്തെ ഒരു മൈൻഡാണ് വേണ്ടത്. അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയല്ല വേണ്ടത്. കോൺഫ്ലിക്റ്റ് ഓഫ് ഒപ്പീനിയൻസ് ലീഡ്സ് ടു ടെൻഷൻ അല്ലേ. ഒരാൾ പറഞ്ഞു, മറ്റൊരാൾ സമ്മതിച്ചില്ല, അപ്പോൾ വേറെ ആൾ വേറൊരു ഒപ്പീനിയനായിട്ട് വന്നു. ഇഫ് ഇറ്റ് ഈസ് ബെറ്റർ ആക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പല ടെൻഷനുകളും ഒഴിവാക്കാനായിട്ട് പറ്റും, പല തരത്തിലുള്ള തർക്കങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ പല ടെൻഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലൊരു ഡിസോർഡർ സംഭവിക്കും, ഒരു ടെൻഷൻസ് സംഭവിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും താഴത്തെ ലെവലിലേക്കാണ് പോകുന്നത്. സോ ബെറ്റർ പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവണം, പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവണം, ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാവണം, അതൊക്കെ ക്വാളിറ്റി ഓഫ് വർക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ദ ടീം വർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർ. Okay, and then managing attrition. Employees leaving an organization for better opportunities is common. നമുക്ക് തടയാൻ പറ്റില്ല അല്ലേ. ഒരു ഓർഗനൈസേഷനിൽ നിന്ന് മറ്റൊരു ഓർഗനൈസേഷനിലേക്ക് ബെറ്റർ ബെനിഫിറ്റ്സ് കിട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ ഓരോരുത്തർ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്ത് പോകുന്നതിൽ നമുക്കവരെ തടയാനായിട്ട് സാധിക്കില്ല. പക്ഷേ talent retention is a challenging task of every human resource manager. നല്ല കഴിവുള്ള ആൾക്കാരനെ മറ്റു ഓർഗനൈസേഷനിലേക്ക് ദത്ത് കൊടുക്കാനുള്ളതല്ല. നമ്മൾ നല്ല കഴിവുള്ള പേഴ്സൺസിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ചാലഞ്ചിങ് ടാസ്ക്കാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് എന്ന് വരുന്നത്. The HR manager has to create a better environment in the organization, offer competitive സ്റ്റാഫ് ബെനിഫിറ്റ്സ്. അത് ഓർഗനൈസേഷനിൽ കൊടുക്കുന്നതിനേക്കാളും ബെറ്റർ ഓഫേഴ്സ്, ബെറ്റർ ബെനിഫിറ്റ്സ് ടു ദ സ്റ്റാഫ് കൊടുക്കാനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം ഓർഗനൈസേഷൻസിനെ. അതല്ലാന്നുണ്ടെങ്കിൽ ബെറ്റർ എൻവയൺമെൻറ്റ് തേടി അവർ പോകും എന്നുള്ളതാണ്. സോ ടാലൻറ്റഡ് പേഴ്സൺസിനെ റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൗ പ്ലാൻ ഇറ്റ്. That's a duty of the HR manager. Okay, and then is developing strategies. What do you mean by strategy? ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തതയുള്ള ഒരു പ്ലാനിങ് സിസ്റ്റമാണ്. നമുക്ക് എവിടെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മുടെ മുൻപിലുണ്ട്. ദാറ്റ് ഈസ് നോൺ ആസ് സ്ട്രാറ്റജി. അതിലേക്കാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം വരുന്നത്. സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? വെറും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന രീതി. സ്ട്രാറ്റജിക് എന്ന് പറയുമ്പോൾ വി ഹാവ് പ്ലാൻഡ് സംതിങ്, വി ഹാവ് പ്ലാൻഡ് വേർ വി ഹാവ് ടു ഗോ, ഹൗ വി ഹാവ് ടു ഗോ എന്നുള്ളതും. നമ്മുടെ ഗോൾ എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് പോവുക വേണ്ടോ? അതാണ് സ്ട്രാറ്റജിക് എന്ന് പറയുന്നത്.
Okay, the HR strategy must be aligned with the overall strategy of the business. HR department has a positive role in revamping the organization and making it competitive. The new era of HR management is called strategic human resource management because it can contribute more to the success of business and making it competitive and cost effective. അതാണ് ഇപ്പോഴത്തെ പുതിയ, ദാറ്റ് ഈസ് HRMൻ്റെ തന്നെ അടുത്ത പേര്. പേഴ്സണൽ മാനേജ്മെൻ്റ് ആയിരുന്നു പഴയ പേര്, പുതിയ പേര് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, SHRM, because the strategy can contribute more to the organization and it can do the work cost effectively. കാരണം കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആണ്. ഒരു പ്ലാനിങ്ങിൽ വ്യക്തത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും മോർ കോസ്റ്റ് നമുക്ക് എവിടെയും കൊടുക്കേണ്ടി വരില്ല. കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏത് ആക്ടിവിറ്റിയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഓരോ ആക്ടിവിറ്റീസും അല്ല, ഒരു സാധനം ഒരു ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സോട് ഇത് പാസ് ഓവർ ചെയ്യാനുണ്ട്. So what and each department has to do, it should be planned before എന്നുണ്ടെങ്കിൽ വേഗം നമുക്കൊരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നത്തെ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ദ സ്ട്രാറ്റജി വിൽ ഫ്ലോ, ദ ആക്ടിവിറ്റീസ് വിൽ ഫ്ലോ ഓഫ് ലൈക്ക് ദിസ്. സോ നമുക്കൊരു തടസ്സം വരുന്നില്ല, എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് മാപ്പിട്ട് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് ഓരോ ആക്ടിവിറ്റീസും ആർ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് അപ്പോൾ എവിടെയാണോ നമുക്ക് ചിലവ് കൂടുതൽ വരുന്നത് ഒന്നും കൂടിയും ശ്രദ്ധിക്കുക. ആ കാര്യങ്ങൾ ചിലവ് കൂടുതൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടാണ് ചിലവ് കൂടുതൽ വരുന്നത്, അതിനെ ഒന്നും കൂടിയും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിന് കുറേ ആൾക്കാർ പല രീതിയിലും ഡെവലപ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ഡെവലപ്പിംഗ് സ്ട്രാറ്റജിയിൽ വരുന്നത്. 6th one is partnering with employees. Employees are not only the resources of an organization but also are important stakeholders of it. Their loyalty and commitment are important for the success of the organization. Employees ആയിട്ട് മാത്രമല്ല, they are the partners of the organization. കമ്പനിയുടെയും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെയും വലിയ ഒരു പങ്കാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന ചലഞ്ചിങ് ജോബിനെ ബേസ് ചെയ്തിട്ട് ഇന്ന് അവർക്ക് ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ഷെയർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ജോബിൽ കിട്ടുന്ന അവരുടെ സാറ്റിസ്ഫാക്ടറി ലെവൽ, അതേപോലെ തന്നെ ചാലഞ്ചിങ് ജോബ്സ് ചെയ്യുമ്പോൾ അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രീതി, ദാറ്റ് ഈസ് മേക്കിംഗ് ദം വൺ ഓഫ് ദി പാർട്ട്നേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ എന്നുള്ള രീതിയാണ്. And last one is managing the global workforce. That is, globalization, privatization, liberalization and globalization. Globalization വന്നോട് കൂടിയിട്ട് MNCs, multinational companies ഇഷ്ടം പോലെ now they are getting connected with countries and countries. So HRMനെ പുതിയ ഒരു ചാലഞ്ചിങ് ജോബും കൂടിയും കിട്ടിയേക്കാണ്. നമ്മളിനെ ഒന്നും കൂടിയും എക്യുപ്ഡ് ആക്കുക എന്നുള്ളത്. എവിടേക്ക്? മൾട്ടി നാഷണൽ കമ്പനിയിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് നമുക്ക് വീണ്ടും നമ്മളെ തന്നെ എക്യുപ്പ് ആക്കാനായിട്ട് എന്തൊക്കെ more and more challenges are provided. HRM has to address the problems related with recruiting and developing global leaders, managing global cultural conflicts, outsourcing of labor, മാനേജിങ് അട്രിഷൻ എക്സെട്ര. അപ്പോൾ വരുന്ന മാറ്റങ്ങളനുസരിച്ച് MNCs എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസ് ആയിരിക്കും, ഡിഫറെൻറ്റ് കൾച്ചറായിരിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ പല കോൺഫ്ലിക്റ്റുകളും പല തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കും. സോ എങ്ങനെയാണ് ഹൗ വി ആർ ഗോയിങ് ടു
ഹാൻഡിൽ ഇറ്റ്. അപ്പോൾ അതും പുതിയ ഒരു HR മാനേജറിൻ്റെ പുതിയ ഒരു ചാലഞ്ചിങ് ജോബും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ HR ഡിപ്പാർട്ട്മെൻറ്റ് ഫേസ് ചെയ്യേണ്ട പലതരത്തിലുള്ള ചാലഞ്ചസാണ്. മാറി മാറി വരുന്ന മാറ്റങ്ങൾ, കോമ്പറ്റിറ്റീവ് വേൾഡിലേക്ക് ഓരോ പ്രാവശ്യം ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനും അതിനനുസരിച്ച് ഉയരേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, ഡിഫറൻസസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ആൻഡ് HRM, ആൻഡ് ദെൻ നമ്മുടെ ചാലഞ്ചസ് ഓഫ് HRM. ഓക്കെ, സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഫാക്ടേഴ്സും ഡിഫറൻസസോട് കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും വിത്തിൻ 1 or 2 ക്ലാസ്സസ്. ഓക്കെ, പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് ഷെറിന മിസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഞാനും സജിത മിസ്സും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ, until then, see you. Thank you. Bye bye.